ഹലോ രേണു സുധി ആ എവിക്ഷൻ വീഡിയോ ചെയ്ത് വെച്ചത് ലാലേട്ടൻ കയ്യോടെ പൊക്കി. എടാ എന്ത് പ്രഹസനാടേ രേണു ഈ കാണിച്ചു കൂട്ടുന്നത്. ചെയ്യാനുള്ളത് ചെയ്തു വച്ചു. എന്നിട്ട് ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം വന്ന് നടത്തുന്നൊരു പ്രഹസനമുണ്ട്. കേൾപ്പിച്ചു തരാവേ. പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും അറിഞ്ഞുകൊണ്ടാണല്ലോ അറിയാതെയാണ് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഈ ചാനൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ്, ഇത് ശരിയാകുമോ, എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ഇത് ശരിയാകുമോയെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ്, എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം, അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു, ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത്. എൻ്റെ പൊന്ന് കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, നീ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പ്ലീസ് കാണണം. ഞാൻ മനഃപൂർവ്വമല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കുക ബിഗ് ബോസ്, എന്നോട് ക്ഷമിക്കുക. കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത്. ഒരു 10 ഏട്ടം ഇട്ടോട്ടെ എനിക്ക് സമാധാനത്തിൽ. 2 3 8 ഏത്തം 9 10 എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ തെറ്റും ഉണ്ടായിട്ട് കസിൻ്റെ നെഞ്ചത്തോട്ടിട്ടിട്ടുണ്ട്. ഇതിൽ കയറുമ്പോൾ ബോധമില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടിട്ടില്ല, അല്ലെങ്കിൽ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് കയറുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണോ എടുത്തിടുന്നത്? അതിട്ട് കഴിയുമ്പോൾ എന്തായാലും ആൾക്കാർ എടുത്തിട്ട് വാരുന്ന ഉള്ള ബോധം രേണുവില്ലായിരുന്നോ? ആ കസിൻ എന്താ പൊട്ടനാണോ? ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ പാടില്ല എന്നുള്ള ബോധം അവനില്ലേ? എല്ലാം കഴിഞ്ഞ് ലാലേട്ടനത് ചോദ്യം ചെയ്ത് അത് ആൾക്കാരുടെ മുന്നിൽ വീഡിയോ പ്ലേ വരെ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ നാടകം നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ കസിൻ തന്നെയാണ്, ഞാൻ പറഞ്ഞ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു അമ്മ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ കിടന്ന് വയ്യാണ്ടാവുന്ന ഈ ശ്വാസം മുട്ടുന്ന, നെഞ്ച് തടവി ശ്വാസം മുട്ടുന്നതിൻ്റെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ തംബ്ലൈനും ഈ കസിൻ തന്നെയാണ് എടുത്തിട്ടതെങ്കിൽ കസിൻ നല്ല ബോധമുള്ളവനാണ്, മനസ്സിലായോ? എങ്ങനെയാണേലും ശരി, റീച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്നൊരു കസിൻ കൊള്ളാം. കസിനും കൊള്ളാം, ബിഗ് ബോസിൽ പോയ രേണുവും കൊള്ളാം, വീട്ടുകാരും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനി എന്തൊക്കെ പ്രഹസനാണോ ഇനി ഇതിനെ പിടിച്ചിട്ട് കാണിക്കാൻ പോകുന്നത്, കണ്ടു തന്നെ അറിയണം. ഇനി അധികം വൈകാതെ ഇപ്പോൾ രേണുവിൻ്റെ യൂട്യൂബ് ചാനലിലൊരു ഇതിനെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ വരുമായിരിക്കും. അധികം വൈകാതെ വരും, വരാതെ എവിടെ പോകാനാ? ശരി എന്നാൽ ടാറ്റ.